ഹലോ. പ്രിയമുള്ള സാഹിതി പ്രവർത്തകന്മാരെ, ഭാരവാഹികളെ, നമസ്കാരം. ഞാനൊരു തികഞ്ഞ പ്രഭാഷകനോ അല്ലെങ്കിൽ എഴുത്തുകാരനൊന്നുമല്ല. ദ്വീപിലെ ഒരു സാധാരണക്കാരനായ കടൽ തീരത്ത് കിടന്നുറങ്ങി അവിടുത്തെ സാധാരണ ആളുകളുമായിട്ട് ഇടപെട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. അതിൻ്റെ ഇടയ്ക്ക് സാഹിത്യം എന്നുള്ള എഴുത്തിൻ്റെ ഒരു ത്വര ഉള്ളിൽ നിന്ന് തോന്നിയപ്പോൾ വായിച്ച പുസ്തകങ്ങളിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ട് അറിയാതെ ഒരു പുസ്തകം എഴുതിപ്പോയതാണ് ഓരോടും. ഒരു സാഹിത്യ ക്യാമ്പിലോ കഥാ ക്യാമ്പിലോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്തോ ഒന്നും പോയി ഇരുന്നിട്ടില്ല. അങ്ങനെയുള്ളൊരു അവസരവും ഉണ്ടായിട്ടില്ല ഇത് എഴുതിയിരുന്നത് വരെ. അപ്പം അങ്ങനെയുള്ള ഒരു തലത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രഭാഷണത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ പോരായ്മകൾ ഉണ്ടാവാം. നിങ്ങൾ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. സാഹിത്യകലാ അക്കാദമിയും പല അക്കാദമികളും നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് നിരന്തരം വായനയിലൂടെയും സാംസ്കാരിക ഇടപെടലുകളിലൂടെയും ഒക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള എന്താ പറയാ, ആ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ആ സംഭവം വികസിച്ച് ആ വായനയുടെ തലത്തിൽ നിൽക്കുന്ന ആളുകളുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോടു കൂടി ഞാൻ പറയാൻ പോകുന്ന വിഷയം ലക്ഷദ്വീപ് ആയതുകൊണ്ടും ലക്ഷദ്വീപിന്റെ ചുറ്റുപാടായതുകൊണ്ടും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയില്ല എന്നതുകൊണ്ടുമാണ് ഞാൻ ഇന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ലക്ഷദ്വീപുകൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ എല്ലാ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു കാൽപ്പനികമായ സൗന്ദര്യമുള്ള ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കടലിന്റെ നടുവിൽ, നീലക്കടലിന്റെ നടുവിൽ ഒരു പവിഴക്കുറ്റുകൾ പൊടിഞ്ഞ് ഉണ്ടായ മണ്ണ് ഒരു ഗുജറാത്തിൽ നിന്നുള്ള ആരവല്ലി പർവ്വതനിരകളുടെ ശിഖരം എന്നാണ് ഭൂമിശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്നത്. അപ്പൊ അവർ പറയുന്ന ഈ പർവ്വതത്തിന്റെ ശിഖരങ്ങൾ കടലിൽ നിന്നും ഉയർന്നു വന്നതിൽ പവിഴക്കുറ്റുകൾ അടിഞ്ഞുകൂടി അതിൽ നിന്ന് ഉണ്ടായ മണ്ണുകൾ വികസിച്ചിട്ടുണ്ടായ ദ്വീപുകളാണ്. മലയോ കുന്നൊന്നുമില്ല, എല്ലാം പ്രതലമായിട്ടുള്ള പ്രദേശമാണ് ലക്ഷദ്വീപ്. അപ്പൊ ഈ പവിഴക്കുറ്റുകൾ പൊടിഞ്ഞുണ്ടായ ദ്വീപായതുകൊണ്ട് ആ മണ്ണ് ഒരുപാട് കാൽസ്യത്തിന്റെ ഉറവയായതുകൊണ്ട് തെങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷദ്വീപിലുള്ള കാർഷിക വിള. തെങ്ങ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും കടലിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്ന മീനുകൾ പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന ഒരു ആദ്യകാല ജീവിതമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ചില ദ്വീപുകളിൽ കവരത്തി, കൽപ്പേനി, അമ്മീനി, ആന്ത്രോസ് ദ്വീപുകളിൽ പോയാൽ, ഇതാണ് ആദ്യകാലത്ത് കുടിയേറിയ ദ്വീപുകൾ എന്ന് പറയുന്നത്. അമ്മീനിയും കൽപ്പേനിയും കവരത്തിയും ആന്ത്രോസുമാണ്. ഈ ദ്വീപുകളിൽ പോയാൽ ഒരുപാട് ദ്വീപുകാർ അതിനെ കാടെന്നാണ് വിളിക്കുന്നത്. ആന്ത്രോസിൽ തോട്ടം എന്ന് വിളിക്കും, മറ്റു ദ്വീപുകളിൽ കാടെന്ന് വിളിക്കും. കാട് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്വഭാവമുള്ള ഒരു സ്ഥലം ലക്ഷദ്വീപിലില്ല. പക്ഷെ കാട് എന്ന് വിളിക്കുന്നത് അവിടുത്തെ പൂർവികരായ ആളുകൾ മണ്ണ് എടുത്തു മാറ്റി ഒരു സ്ഥലത്ത് കൊണ്ടുവരികയും അവിടെ നെല്ല്, വിറക്, ചേമ്പ് വാഴ പോലുള്ള കൃഷി ചെയ്ത് ജീവിച്ചതിന്റെ ഒരു അവശിഷ്ടമാണത്. അവിടെ ഇപ്പൊ കൃഷി ചെയ്ത് ജീവിക്കുന്ന സമ്പ്രദായമില്ല. മണ്ണ് തെങ്ങിൻ തൈ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് 1-2 മാസത്തേക്ക് വെള്ളം ഒഴിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വളവും ഇടാതെ ഉണ്ടാവുന്ന തെങ്ങുകളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് ഫലപുഷ്ടി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കാർഷിക സിസ്റ്റമാണ് അവിടെ ഉള്ളത്. അപ്പോ പിന്നെ വന്നിട്ട് ലക്ഷദ്വീപ് എന്ന് പറയുന്ന പ്രദേശത്തിലുള്ള സാഹിത്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവിടെ
കുടിയേറ്റത്തിന്റെ ഒരു ചരിത്രപരമായിട്ട് അവിടെ എന്നാണ് കുടിയേറിയത് എന്ന് പറഞ്ഞ് അന്വേഷിച്ച കേരളത്തിൽ നിന്ന് വന്ന് എഴുതിയ ശ്രീകുമാരൻ നായരും ദ്വീപ് എഴുതിയ എൻ മുത്തുകോയും ഒക്കെ ചരിത്രം അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ഏകദേശം BC തന്നെ ജനവാസം ഉണ്ടായിരുന്നു എന്നവർ പറയുന്നു. കൃത്യമായിട്ടുള്ള ജനവാസം എന്നുണ്ടായി എന്ന് രണ്ട് വിഭാഗത്തിനും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വിഭാഗം ആളുകൾ പോളിനേഷ്യയിൽ നിന്നാണ് ലക്ഷദ്വീപിലേക്ക് കുടിയേറിയതെന്ന് പറയുന്നു. മറ്റൊരു വിഭാഗം ആളുകൾ കേരളത്തിൽ നിന്നാണ് കുടിയേറിയതെന്ന് പറയുന്നു. ചേരമാൻ പെരുമാളിനെ അന്വേഷിച്ച് പോയ കേരളത്തിലെ ആളുകളാണ് ലക്ഷദ്വീപിലേക്ക് കുടിയേറിയതെന്നും ഒരു ഐതിഹ്യം ലക്ഷദ്വീപ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ അന്വേഷണത്തിൽ നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇത് രണ്ടും തെറ്റാണെന്നുള്ള രീതിയിലാണ് ഞാൻ എത്തിച്ചേർന്നത്. കാരണം ലക്ഷദ്വീപിലെ ആളുകളുടെ മറ്റ് സാഹചര്യങ്ങൾ, അവരുടെ പ്രകൃതത്തിലുള്ള ചില പ്രത്യേകതകൾ മനസ്സിലാക്കുമ്പോൾ പല ദേശങ്ങളിൽ നിന്ന്, അതായത് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന്, ആന്ധ്രത്തിലുള്ള പല ആളുകളെ നോക്കുമ്പോൾ നമുക്ക് അറേബ്യയിൽ നിന്നും കുടിയേറി വന്ന ആളുകളെ കാണാൻ പറ്റും. മറ്റ് കിൽത്താൻ ദേശത്തിലുള്ള ആൾക്കാരിൽ ചൈനീസ്, നെപ്പോളിയ, ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്ന ആളുകളെ കാണുന്നുണ്ട്. എന്നാൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കൽപ്പേനി ദ്വീപിൽ നടത്തിയ പഠനത്തിൽ BC 1500 വർഷം മുമ്പ് തന്നെ കൽപ്പേനി ദ്വീപിൽ മനുഷ്യന്മാർ താമസിച്ചതിന്റെ ചില തെളിവുകൾ കണ്ടതായിട്ട് അവർ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ചില DNA ടെസ്റ്റുകൾ നടത്തിയതിൽ നിന്നും മാലദ്വീപ്, ശ്രീലങ്ക, മെഡിറ്ററേനിയൻ ഐലൻഡുകൾ എന്ന് പറയുന്ന സ്ഥലങ്ങൾ, ഇവിടെ നിന്നൊക്കെ ലക്ഷദ്വീപിലേക്ക് കുടിയേറിയതായിട്ട്, അവിടുത്തെ ആളുകളുമായിട്ട് ലക്ഷദ്വീപിലെ ആളുകളുടെ പ്രകൃതം യോജിച്ചു വരുന്നതായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോ എഴുതപ്പെട്ട ലക്ഷദ്വീപിലെ ചരിത്ര നിർമ്മിതികളിൽ ഒന്നും ലക്ഷദ്വീപിന്റെ കുടിയേറ്റത്തിന്റെ യഥാർത്ഥമായ അന്വേഷണം ചെന്നെത്തിയിട്ടില്ല എന്ന് വേണം അനുമാനിക്കാൻ. ഈ അടുത്ത കാലത്ത്, അതായത് ഒരുപാട് കാലത്തിന് ഇങ്ങോട്ട് കുടിയേറിയ ആളുകളാണ് ഇപ്പോൾ ലക്ഷദ്വീപിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യകാലത്തിലുള്ള ആളുകളുടെ തുടർച്ച ചില കുടുംബങ്ങളിൽ ഉണ്ടാവാം. പക്ഷെ എന്നാൽ കവരത്തി, അമ്മേനി പോലുള്ള ദ്വീപുകളിൽ ചില വീട്ടുപേരുകൾ, അമ്പലം എന്ന് പറയുന്ന ഒരു വീടുണ്ട് അവിടെ, ബലിയല്ലം എന്ന് പറയുന്ന വീടുണ്ട്, മഠം എന്ന് പറയുന്ന വീടുണ്ട്, കപ്പേള എന്ന് പറയുന്ന വീടുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ പല വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ലക്ഷദ്വീപിലേക്ക് കുടിയേറിയതായിട്ട് കാണാം. അത് മാത്രമല്ല, കവരത്തിയിലുള്ള ചില വീടുകളുടെ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലുള്ള കുടുംബങ്ങളുമായി ഇപ്പോഴും ബന്ധപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ കവരത്തിയിലും അമേനിയിലും ഒക്കെ ഉണ്ട്, ആന്ധ്രത്തിലും ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് കേരളക്കരയിൽ നിന്ന് ആദ്യകാല കുടിയേറ്റത്തിന് ശേഷം പിന്നീട് ഒരുപാട് കുടിയേറുക, നേരത്തെ ഈ പെർമിറ്റോ ദ്വീപിലേക്ക് യാത്ര ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ലാത്ത സമയത്ത് ഒരുപാട് ആളുകൾ ലക്ഷദ്വീപിലേക്ക് പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കുഞ്ഞായി മുസ്ലിയാരുടെ കപ്പപ്പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആ കപ്പപ്പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ആധ്യാത്മിക രചനയാണ് കുഞ്ഞായി മുസ്ലിയാർ. അപ്പൊ ഈ കുഞ്ഞായി മുസ്ലിയാരുടെ കപ്പപ്പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ദ്വീപിലുള്ള പദങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ദ്വീപിലെ ഓടത്തിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കുഞ്ഞായി മുസ്ലിയാർ കപ്പപ്പാട്ട് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ കപ്പപ്പാട്ട് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ശരീരം അത് ആത്മാവിനെ അന്വേഷിച്ച് യാത്ര ചെയ്യുന്നതിന്റെ ഒരു വിവരണമാണ് കപ്പപ്പാട്ടിൽ വിവരിക്കുന്നത്. അപ്പൊ അതില് ഈ കപ്പൽ എന്നുള്ള സങ്കേതത്തെ വിശദീകരിക്കാൻ വേണ്ടി കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് ചത്തിരി, മന്ദേല, പെരുമാൻ, ചോലി എന്നൊക്കെ പറയുന്ന ഈ ഓടത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കുഞ്ഞായി മുസ്ലിയാർ തന്നെ അദ്ദേഹത്തോടൊപ്പം ഒന്നിച്ച് ഓതിപ്പടിച്ച ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷദ്വീപിൽ വന്ന് താമസിച്ച് അവിടുത്തെ മാലിന്യമാരെന്ന് പറയും, കപ്പിത്താന്മാർ, ഈ ഓടത്തില് കടൽ വാഹനങ്ങളിൽ
കടൽ വാഹനത്തെ നയിച്ചു കൊണ്ടുപോകുന്ന ആളുകളെ ദ്വീപിൽ പറയുന്ന പേരാണ് മാൽമിമാർ. അത് സാങ്കേതികമായിട്ട് കപ്പിത്താന്മാർ എന്ന് പറയുന്ന ആളുകളാണ്. ആ ആളുകളുമായിട്ട് ഇപ്പോഴും അതിന്റെ തുടർച്ച ലക്ഷദ്വീപിൽ നിലനിൽക്കുന്നുണ്ട്. ആ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ സാങ്കേതിക പദങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് കപ്പപ്പാട്ട് എഴുതിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ കേരളത്തിലെ നാടൻ പാട്ടുകളിൽ നിന്നാണല്ലോ സാഹിത്യം ഉണ്ടായിട്ടുള്ളത്. ആ നാടൻ പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ തൊഴിലിടങ്ങളിൽ നിന്നാണ്. തൊഴിലിടങ്ങളിൽ നിന്നുണ്ടായ ഇതുപോലെ ലക്ഷദ്വീപിലെ നാടൻ പാട്ടുകൾ ഉണ്ടായത് കടലിൽ നിന്നാണ്. കടലും അവരുടെ തൊഴിലിടം എന്ന് പറയുന്നത് കടലാണല്ലോ. കടലിൽ പോയി മീനിനെ പിടിച്ചുകൊണ്ടുവരിക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളിൽ നിന്നാണ് അവിടുത്തെ നാടൻ പാട്ടുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് അന്നവിട് ഇന്നവിട് ഏകുനിസ കരൈ നിന്നവനോട് പറേകുനിസുണ്ടും അന്നവിട്. ഇത് ഡോലിപ്പാട്ടിൽ പാടുന്ന ഒരു പാട്ടാണ്. അന്നവിട് ഇന്നവിട് ഏകുനിസ എന്ന് പറഞ്ഞാൽ ഈ ചൂണ്ടയിൽ മീന് കുടുങ്ങിയപ്പോ മീൻ ചൂണ്ടലിനോട് പറയുന്നതാണ് എന്നെ നീ ഒന്ന് വിടണം എന്ന് പറയുന്നത്. അപ്പൊ എന്നെ വിട് ഇന്ന വിട് ഏകുനിസ എന്ന് പറയുമ്പോ ഈ ചൂണ്ടല് മീനിനോട് പറയുന്നുണ്ട് എന്നാ കരയിൽ ഒരാളെ നിൽക്കുന്നുണ്ട്, അവനോട് പറയാതെ എനിക്ക് നിന്നെ വിടാൻ കഴിയില്ല എന്ന് പറയുന്ന രീതിയിലുള്ള പാട്ടാണ് എൻ്റെ വിടിൻ്റെ ഇവിടെ ഏകുനിസ എന്നത്. അപ്പൊ അതുപോലെ കൊത്തല്ലി കൊത്തല്ലി പുള്ളിപ്പറവേ കൊത്തിക്കുടി എന്ന ഓമൽ പറവ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറക്കുന്ന പക്ഷിയായിരിക്കും. ഞങ്ങൾക്ക് അവിടെ പറവ എന്ന് പറയുന്നത് ഒരു മീനാണ്, പറക്കുന്ന മീനാണ്. ദ്വീപിൽ വന്ന ആളുകൾക്ക് കണ്ടിട്ടുണ്ടാവും, പറക്കുന്ന മീനുണ്ട്. അപ്പൊ ആ മീനിനെ പിടിക്കാൻ വേണ്ടി പോയിട്ട് ആ മീൻ ഈ ചൂണ്ടൽ കൊടുങ്ങാതിരുന്നപ്പോൾ പാടുന്ന പാട്ടാണ് കൊത്തല്ലി കൊത്തല്ലി പുള്ളിപ്പറവേ കൊത്തിക്കുടി എന്ന ഓമൽ പറവ എന്ന് പറഞ്ഞത്. അതുപോലെ അവിടുത്തെ ഓടം കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഓടം തിരിച്ച് നാട്ടിലെത്താതിരുന്നാൽ സ്ത്രീകളൊക്കെ ചേർന്നിട്ട് ഒരു പാട്ട് പാടി ഒരു കളി നടത്താറുണ്ട്. അത് കഞ്ഞി വെച്ച് കുടിച്ചതിന് ശേഷമാണ് അവിടെ ഒരു ധർമ്മക്കഞ്ഞി വെക്കും. ഞങ്ങൾ ധർമ്മക്കഞ്ഞി എന്നാണ് തായാണ് ഉപയോഗിക്കുന്നത്. ധർമ്മക്കഞ്ഞി ആയിരിക്കും. അപ്പൊ അവിടെ കുളിക്കരെന്ന് പറഞ്ഞാൽ ജാറം, ഈ പുണ്യാത്മാക്കളുടെ ശവകുടീരത്തെയാണ് കുളിക്കര എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു കുളിക്കര എൻ്റെ നാട്ടില് അടിഞ്ഞ വീട് ഒരു കുളിക്കരുണ്ട്. അടിഞ്ഞു വന്ന് കയറിയ ഒരു ശരീരാവശിഷ്ടം കുഴിച്ചിട്ട ഒരു മക്ബറയാണ് ഈ അടിഞ്ഞ വീട് കുളിക്കര. അപ്പൊ ഈ അടിഞ്ഞ വീയെ അവിടെ ആരോ കണ്ട ആൾക്കാരെടുത്ത് കുഴിച്ചിടുകയും പിന്നീട് അവർക്ക് ഒരു 4-5 ആൾക്കാർക്ക് കിനാവ് കാണുകയും ആ കിനാവ് കണ്ടതിനെ തുടർന്ന് അതിനെടുത്ത് പ്രത്യേകം ഈ കവറെടുക്കുന്ന പോലെ കവറെടുക്കുകയും പിന്നീട് അതിന്റെ മുകളിലൊരു ദർഗ പണിയുകയും ഒക്കെ ചെയ്തിട്ടാണ് ഈ അടിഞ്ഞ വീട് കുളിക്കലുണ്ടായിട്ടുള്ളത്. ഈ അടിഞ്ഞ വീട് കുളിക്കരയിലാണ് എൻ്റെ നാട്ടിൽ ഈ കാറ്റുകൾ വിളിക്കുക. അപ്പൊ അക്കാറ്റും കാറ്റില്ല ഇക്കാറ്റും കാറ്റില്ല കീളാവടക്കെ പോയി വീശിയുള്ള കാറ്റ് എന്ന് പറഞ്ഞിട്ട് അത് കാറ്റിനോട് തേടുകയാണ്. അപ്പൊ തേടുമ്പോൾ കീളാവടക്ക് എന്ന് പറഞ്ഞാൽ കിഴക്ക് വടക്ക് ഭാഗത്തിൽ നിന്നാണ്, മംഗലാപുരത്തിൽ നിന്നാണ് ഓടം ദ്വീപിലേക്ക് വരുന്നത്. ലക്ഷദ്വീപിലുള്ള എല്ലാ ഓടങ്ങളും കടൽ വാഹനങ്ങളും അന്ന് കാലത്ത് കരയിൽ നിന്ന് കോഴിക്കോട് നിന്നായാലും മംഗലാപുരത്ത് നിന്നായാലും പുറപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ നാട് കിൽത്താൻ, ഏറ്റവും കിഴക്ക് വശത്തുള്ള നാട് എന്നുള്ള അർത്ഥത്തിലാണ് കിൽത്താൻ, കീഴ് ഉള്ള നാട് എന്നുള്ള അർത്ഥത്തിലാണ് കിൽത്താൻ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അപ്പൊ ആ ദ്വീപിലേക്ക് ലക്ഷ്യം വെച്ച് വരികയും ഈ നാട് എൻ്റെ നാട് വന്ന് കണ്ടതിന് ശേഷമാണ് അടുത്ത ദ്വീപിലേക്ക് ലക്ഷ്യം വെച്ച് ഓടം പോകുന്നത്. അപ്പൊ അവിടെ അതുകൊണ്ടാണ് പറയുന്നത് കീഴാ വടക്കേ പോയി വീശി അടിയുള്ള കാറ്റ്. കീഴാ വടക്കേ പോയി കഴിഞ്ഞാൽ കിഴക്ക് വടക്ക് ഭാഗത്ത് പോയി കഴിഞ്ഞാലാണ് ഈ ഓടം ഉണ്ടാവുക. അതിൻ്റെ മറ്റേ ചുക്കാണ് താഴെ പോയി വീശി അടിക്കുക എന്നാണ് പറയുക. ചുക്കാണെന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന പദമല്ലേ. അപ്പൊ ഈ ചുക്കാണ് താഴെ വന്ന് അടിക്കുമ്പോഴാണ് ശരിക്കും ഓടം നല്ല സ്പീഡിൽ ഓടി വരിക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ അതുപോലെ മറ്റേ കാറ്റിനോട് തന്നെ ചോദിക്കാറുണ്ട്, കാറ്റേ 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 ലങ്കണ്ണിക്കാറ്റേ നീയുണ്ടോ മംഗള കോലോടം കണ്ട നാങ്കണ്ട മംഗലാപുരത്തെല്ലാം എന്നിശീയുണ്ട് മൂടയും ഏറ്റിക്കൊണ്ട് എപ്പ വരുവാം പട്ടാണി ഉണ്ടെങ്കിൽ നാളെ വരുമേ പട്ടുനൂലുണ്ടെങ്കിൽ ഇന്ന് വരുമേ. അവിടെ പട്ടാണി
ഈ ഇതിന്റെ ഓടത്തിന്റെ പെർമിഷൻ കൊടുത്ത് അയക്കാനുള്ള പട്ടാണി ഉണ്ടെങ്കിൽ ഓടം നാളെ വരും, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ വരും, അതിന് മുമ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വരും എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ അവിടുത്തെ സാഹിത്യം എന്നുള്ളത് അവിടുത്തെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായ രീതിയിൽ രചിക്കപ്പെട്ട സാഹിത്യ രൂപങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ 1500-കളിൽ ലക്ഷദ്വീപിലെ കേരളത്തില് കാളി മുഹമ്മദ് മൊഹിദ്ദീൻ മാല എന്ന് പറയുന്ന മാലപ്പാട്ട് എഴുതിയിട്ടുണ്ട്. 1500-കളിൽ എഴുതിയ മൊഹിദ്ദീൻ മാലയും കഴിഞ്ഞിട്ട് 1700-കളിലാണ് കപ്പപ്പാട്ട് കുഞ്ഞായി മുസ്ലിയാർ എഴുതുന്നത്. 1800-കളിൽ ലക്ഷദ്വീപിൽ നിന്നുള്ള ആദ്യത്തെ സാഹിത്യകൃതിയായ കോലശ്രീമാലയും കൽവൈരമാലയും പുറത്തു വന്നിട്ടുണ്ട്. അത് കയ്യെഴുത്ത് രൂപത്തിൽ എഴുതുകയും അവിടുത്തെ ആളുകൾ വളഞ്ഞിരുന്ന് ഇത് പാടി, മിക്കവാറും പഴയ തലമുറയിലുള്ള ആളുകൾക്കൊക്കെ ഈ കോലശ്രീമാലയും കൽവൈരമാലയും കാണാപ്പാടമായിരുന്നു. അതുപോലെ കേരളത്തിൽ നിന്ന് കേട്ട ഒരുപാട് നാടൻ ചരിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട്, കഥകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അവിടെ മാലപ്പാട്ടുകൾ ഉണ്ടാക്കുകയും ആ മാലപ്പാട്ടുകൾ കടൽ തീരങ്ങളിലും കല്യാണ സദസ്സുകളിലും അങ്ങനെ ഉണ്ടാവുന്ന വേദികളിലൊക്കെ അവതരിപ്പിക്കുന്ന പാട്ട് പാടുന്ന പാരമ്പര്യം അവിടെ നിലനിന്നിരുന്നു. പാടിപ്പറയൽ എന്നാണ് ദ്വീപുകാർ അതിനെ പറയുക. കടൽ തീരത്ത് എല്ലാവരും വളഞ്ഞിരുന്ന് ഈ മിക്കവാറും ആദ്യകാലങ്ങളിൽ ഞാനൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ കടൽ തീരത്ത് കാറ്റുമറ എന്ന് പറയുന്നൊരു ഷെഡ് കിട്ടും. അദ്ദേഹത്തിന് അറിയാമെന്ന് തോന്നുന്നു. കാറ്റുമറ എന്നാണ് പറയുക. കാറ്റ് മറഞ്ഞ് നമ്മൾ ഉറങ്ങുമ്പോൾ കാറ്റ് വന്നാൽ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് കാറ്റുമറ കിട്ടുക. കടൽ തീരത്ത് ഇങ്ങനെ ഒരു സ്ഥലം മുതൽ മറ്റേ സ്ഥലം വരെ ഇങ്ങനെ നിരന്ന് കാറ്റുമറകൾ ഉണ്ടാവും. ഈ കാറ്റുമറകൾക്കുള്ളിലാണ് ഞങ്ങളുടെ ആണും പെണ്ണും ഒക്കെ പോയിട്ട് കിടന്നുറങ്ങുക. വീട്ടില് ഭക്ഷണം വെക്കുമ്പോൾ കറണ്ട് ഇല്ലല്ലോ, കറണ്ട് ഉണ്ടാവില്ല. അപ്പൊ ചിമ്മിണി കത്തിച്ചിട്ട് എല്ലാവരും വളഞ്ഞിരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ ചിമ്മിണി ഊതിക്കെടുത്തിട്ട് എല്ലാവരും പോയി കടൽ തീരത്ത് കിടന്നുറങ്ങും. അപ്പൊ ഈ ഉറങ്ങാൻ പോകുമ്പോ കഥ പറയുന്ന ആളുകൾ, പാട്ട് പാടുന്ന ആൾക്കാർ, അവരൊക്കെ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഒരു ദിവസം ചിലപ്പോ പാടിപ്പറയലായിരിക്കും. അപ്പൊ സഫീന പാട്ട് പാടി അത് ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് വിശദീകരിക്കുന്ന സദസ്സുകൾ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ രാക്കഥകൾ പറയുന്ന ഒരു പാരമ്പര്യമുണ്ട്. DC ബുക്സ് ലക്ഷദ്വീപിലെ രാക്കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ രാക്കഥാ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓടത്തിൽ ഒരു പ്രാവശ്യം മംഗലാപുരത്തിൽ നിന്ന് കിൽത്താനിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഓടം സാധാരണ ഒരു 24 മണിക്കൂർ ഓടിയാൽ എൻ്റെ നാട്ടിലെത്തും. മെഷീനുള്ള ഓടാണ്, പായം വലിക്കും, മെഷീൻ വെച്ചിട്ടാണ് പോവുക. അത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും എൻ്റെ നാട് കാണുന്നില്ല. അപ്പോ ഇവർക്കൊരു 25-26 മണിക്കൂർ ഓടിയിട്ട് നാട് കാണാൻ നിന്നിരുന്നപ്പോൾ ഓടത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു വല്ലാത്ത പ്രശ്നം ഉണ്ടായി. അപ്പോ ആളുകൾ പറയുന്നുണ്ട് നമുക്ക് തിരിച്ച് കരയിലേക്ക് തന്നെ ഓടാം. അപ്പോൾ കരയിലേക്ക് ഓടിയാൽ ചിലപ്പോൾ ഇതിന്റെ ഇന്ധനം തീരാതെ വരും എന്നുള്ളത് കൊണ്ട് അപ്പോൾ മാൽവി പറഞ്ഞു നമുക്ക് 1 മണിക്കൂർ കൂടി ഓടി നോക്കിയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. അങ്ങനെ 1 മണിക്കൂർ ഓടിയപ്പോൾ നാട് കാണുന്നുണ്ട്. അപ്പോ നാട്ടില് അടുത്ത് പോയപ്പോ 2 നാട് കാണുന്നുണ്ട്. അപ്പൊ കിൽത്താന്റെ അടുത്ത് വേറെ ദ്വീപില്ല, കാണാൻ പറ്റുന്ന ദ്വീപ് അടുത്തടുത്തുള്ള ദ്വീപുകളില്ല. അപ്പൊ മനസ്സിലായി അമ്മേനിയും കടമവുമാണ്. അപ്പൊ അമ്മേനിയും കടമുമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി, കാരണം അകത്തിക്കടുത്ത് ബംഗാരവും തിണ്ണകരയും ഉണ്ട്, അതാവാൻ സാധ്യത ഉണ്ടെന്നുള്ള സംശയത്തിൽ ഓടി അടുത്ത് പോയി നോക്കി അമ്മേനിയും കടമവുമാണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് കിൽത്താനിലേക്ക് വരുന്നത്. ആ സമയത്ത് വിരസത ഒഴിവാക്കാൻ വേണ്ടി വീത്താക്കോയ എന്ന് പറയുന്ന ഒരാള് കഥ പറഞ്ഞു. അപ്പോ ഒരു നല്ല ബദവിയുമ്മ എന്ന് പറയുന്ന ഒരു കഥയാണ് അദ്ദേഹം പറഞ്ഞത്. ആ കഥ പറഞ്ഞ് അവസാനിക്കുന്നതിന് മുമ്പ് വേറെ പൊൻകാക്കച്ചിയും വെള്ളിക്കാക്കച്ചിയും എന്ന് പറയുന്ന ഒരു കഥ അതിന്റെ വാലിൽ കെട്ടിയിട്ട് നമുക്ക് ഈ കഥയും ആ കഥയും തിരിച്ചറിയാത്ത രീതിയിൽ ആ കഥ കൊണ്ടുപോയി അവസാനിപ്പിച്ച ഒരു സംഭവമൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് വളരെ ചെറിയ പ്രായമായിരുന്നു. ഞാൻ ഛർദ്ദിച്ച അവശനായിട്ട് കിടന്നിട്ടാണ് കൂടത്തിന്റെ മുകളിൽ ഈ വീത്താക്കോന്റെ കഥ കേട്ടത്. അപ്പൊ ഇങ്ങനെ ഈ ദ്വീപിലെ കടലനുഭവങ്ങളുടെ ഒരു സംഭവം ലക്ഷദ്വീപിലെ ഓരോ മനുഷ്യന്റെ, ഇപ്പൊ കടൽ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന കടലല്ല നമ്മളുടെ കടൽ.
നിങ്ങൾ അവിടെ വന്ന് അനുഭവിച്ചാൽ മാത്രമേ ഞങ്ങൾ ലക്ഷദ്വീപിലെ കടൽ എന്താണെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഈ ടൈറ്റാനിക് എന്ന് പറയുന്നത് കടൽ സിനിമയാണല്ലോ. ആ സിനിമ ഞാൻ കണ്ടിട്ട് എനിക്കൊരു വികാരവും തോന്നിയിട്ടില്ല. കാരണം ഭയങ്കര ഭീകരമായിട്ടാണ് കടലിനെ അവതരിപ്പിക്കുന്നത്. കാരണം അത്രയും ഭീകരമായ കടൽ ഞങ്ങള് ലക്ഷദ്വീപിലില്ല. കാരണം ലക്ഷദ്വീപിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ ഉമ്മയും പാപ്പയും പോലെ പെരുമാറാൻ കഴിയുന്ന കടലാണ് ഞങ്ങൾക്കുള്ളത്. എത്ര വർഷകാലത്തിന്റെ കടൽ വീശിയടിച്ചാലും ഞങ്ങൾക്ക് കടലിനെ വെറുക്കാൻ കഴിയില്ല. ഞങ്ങളെപ്പോഴും അപ്പോൾ ഞാനൊരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കഥ പറഞ്ഞപ്പോൾ ദ്വീപില് ഞങ്ങളുടെ കുറെ അഭിനയിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, നമ്മളൊരിക്കലും ടൈറ്റാനിക് പോലെയോ കേരളത്തിൽ സിനിമ മറ്റേ കടൽ സിനിമകൾ പോലെയോ ഒന്നും എടുക്കാൻ പാടില്ല. എടുത്താൽ നമുക്കത് ആസ്വദിക്കാൻ കഴിയില്ല. കാരണം അത് വളരെ ഫ്രണ്ട്ലിയാണ്. അത് മാത്രമല്ല, ഒരു നീലത്തിമിംഗലം ഓടി വന്ന് പോകുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് കൂടി നീന്തി പോകുന്ന ആൾക്കാരാണ് ദ്വീപുകാർ. സ്രാവ് വന്നു കഴിഞ്ഞാൽ സ്രാവിന്റെ ചിറക് പിടിച്ചിട്ട് ആണ് ബോട്ടിന്റെ കള്ളിയിലേക്ക് സ്രാവിനെ ഉയർത്തിയിടുന്നത്. ഇതാണ് അവിടെ സ്രാവ് പിടിക്കുന്നതിന്റെ മീൻപിടുത്തത്തിന്റെ ഒരു രീതി. അപ്പോൾ ചൂര ആദ്യം പിടിച്ച ചൂരയുടെ തല വെട്ടിയിട്ട് അതിന്റെ ചോര കടലിൽ ഇറ്റിക്കുമ്പോൾ ആ ചോര കുടിക്കാൻ വേണ്ടി സ്രാവ് വന്ന് ബോട്ടിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ ചിറകും വാലും പിടിച്ചിട്ട് ബോട്ടിന്റെ കള്ളിയിലേക്ക് ഇടുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഇടുന്ന സമയത്ത് ഒരു മാൽമി ഇതിന്റെ തലയിലേക്ക് ഒരു കുടുക്കിട്ട് ടങ്കീസ് എന്ന് പറയുന്ന നൂല്, ആ നൂല് കയ്യിൽ ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് പൊക്കുമ്പോൾ ഇവരെ കയ്യിൽ നിന്ന് ഈ സ്രാവ് വഴുതി താഴോട്ട് പോയപ്പോൾ ഈ കയ്യിൽ ചുറ്റിയ ടങ്കീസുമായിട്ട് മാൽമിയും കൂടി അതിന്റെ താഴോട്ട് പോയി കടലിന്റെ അടിയിൽ പോയിട്ട് ഇയാൾ പറയുന്നത്, അവിടെ നിന്ന് പോയിട്ട് എൻ്റെ ഈ സ്രാവിൽ നിന്നുള്ള ഈ ടങ്കീസിന്റെ ആ കുളച്ചിൽ ധരിച്ചത് മാത്രം ഓർമ്മയുണ്ട്. മുകളിലേക്ക് വന്നിട്ട് ആകാശത്തിന്റെ വെള്ള കാണുമ്പോഴാണ് ശ്വാസം എന്നുള്ളൊരു സംഭവം അകത്തുണ്ട് എന്നുള്ള ഓർമ്മ വരുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ രക്ഷപ്പെട്ട ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കടൽ എന്നുള്ള സംഭവത്തെ നമ്മൾ നോക്കുമ്പോൾ ദ്വീപിലെ ആളുകൾ കടലിനെ കാണുന്നത് പോലെയല്ല നിങ്ങൾ കാണുന്നത് എന്ന് കൂടി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ഇതാക്കുന്നു. അതുപോലെ എനിക്കുള്ളൊരു കേരളവുമായിട്ട് അല്ലെങ്കിൽ മലയാളക്കരയുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വരുന്ന ഒരു ഓർമ്മ, എൻ്റെ വാപ്പ ചെറിയ കാലത്ത് ലക്ഷദ്വീപിലെ ഓരോ ആളുടെയും മനസ്സിലുള്ള സ്വപ്നം കര കാണുക എന്നുള്ളതാണ്. ഞങ്ങളുടെ പറുദീസയാണ് കര എന്ന് പറയുന്നത്. അപ്പോൾ വളർന്നു വരുന്ന ഓരോ കുട്ടിക്കും കര കാണണം എന്നുള്ള മോഹം അവരുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ എനിക്കും വളർന്നു വരുമ്പോൾ നല്ല ഓർമ്മയുണ്ട്. അപ്പൊ വാപ്പ എപ്പോഴും കൊപ്പര കൊത്തി ഓടത്തിൽ കയറ്റി മംഗലാപുരത്തേക്ക്, അപ്പൊ നാട്ടിലുള്ള പല ആളുകളുടെയും കൊപ്പര കൊണ്ടുവന്ന് വാപ്പാനെ ഏൽപ്പിക്കുമ്പോൾ വാപ്പയാണ് കൊണ്ടുപോയി കൊപ്പര വിറ്റ് അതിന്റെ പൈസ വാങ്ങി നിത്യോപയോഗ സാധനങ്ങളൊക്കെ പലർക്കും ഓടത്തിൽ കയറ്റിക്കൊണ്ടെന്ന് കൊടുക്കുക. അപ്പൊ വാപ്പ എപ്പോ കരയിലേക്ക് പോകാൻ തുടങ്ങിയാലും ഞാനും എൻ്റെ പാണ്ടക്കെട്ട് കെട്ടി വാപ്പാന്റെ കൂടെ പോകാൻ വേണ്ടി വരുന്നു. പക്ഷെ വാപ്പ ഒരിക്കലും എന്നെ കരയിലേക്ക് കൊണ്ടുവരാറില്ല. എല്ലാ പ്രാവശ്യം പറയും നിന്നെ ഈ പ്രാവശ്യം കൊണ്ടുപോകാന്ന് പറയും, പക്ഷെ കൊണ്ടുപോകാറില്ല. വാപ്പ എന്തെങ്കിലും പറഞ്ഞ് എന്നെ ഒഴിവാക്കിയിട്ടാണ് കരയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഒരു പ്രാവശ്യം പക്ഷെ ഇങ്ങനെ പോകുന്ന സമയത്ത് ബാപ്പ എല്ലാ സമയത്തും എന്നോടുള്ള കൃപയാണോ അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടാതെ വന്നതിലുള്ള സങ്കടമാണോ എന്നറിയില്ല, ഒരു കെട്ട് മലയാളം ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടി കൊണ്ടുവരും. അപ്പോൾ പനയോലയിലൊക്കെ പൊതിഞ്ഞ് അത് കൊണ്ടുവന്ന് എല്ലാ ദിവസവും ബാപ്പ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ മുറ്റത്തുള്ള കയ്യാലയിൽ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് മുറിക്കും, ഇത് തുറക്കും. അപ്പോൾ അയൽപക്കത്തുള്ള എല്ലാ ആളുകളും വന്നിട്ട് ഈ കുട്ടികളൊക്കെ വന്നിട്ട് ഇത് തിന്നാൻ വേണ്ടി നിൽക്കും. അപ്പോൾ ഇത് കെട്ട് പൊട്ടിക്കുമ്പോൾ മലയാളത്തിന്റെ മണം ഇങ്ങനെ അവിടെ ഇങ്ങനെ പരക്കും. അപ്പോൾ ഓരോ കഷ്ണം മുറിച്ച് ഒരു കഷ്ണം നമുക്ക് തിന്നാൻ വേണ്ടി തരും. വളരെ ചെറിയ കഷ്ണം കിട്ടുള്ളൂ. പിന്നെ കുറേ കാലം കഴിഞ്ഞ് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് മിഠായി തെരുവിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന കോഴിക്കോട്ട് ഹലുവയാണ് ഇത്രയും കാലമായിട്ട് ബാപ്പ ഞങ്ങളെ തിന്നുന്ന മലയാളം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ തീറ്റിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു കേരളവുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങളിൽ ഇങ്ങനെ, അതുപോലെ ഭാഷയെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ലക്ഷദ്വീപിന് തനതായ ഒരു ഭാഷ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ അവിടെ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലരും പറയുന്നത്
ലക്ഷദ്വീപിന് തനതായ ഒരു ഭാഷ ഉണ്ടായിരുന്നു, നാട്ടുഭാഷ ഉണ്ടായിരുന്നു. ആ ഭാഷ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് മലയാളം വിഴുങ്ങിയ ഒരു ഭാഷ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 100 വർഷം, ഏകദേശം 1911 മുതൽ ഞങ്ങൾ മലയാള സിലബസ്, കേരള സിലബസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കുന്ന ഒരു തലമുറയിലുള്ള, അങ്ങനെ പഠിക്കുന്ന ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് തീർച്ചയായിട്ടും അവർ മലയാളം തന്നെയാണ് സംസാരിക്കാൻ. നിങ്ങൾ ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കുന്ന പോലെയാണ് ഞങ്ങൾ മലയാളം പറയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പല പദങ്ങളും പല ഭാഷാ പ്രയോഗങ്ങളും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്ത്യയിലുള്ള, ലോകത്തുള്ള ഒരുപാട് ലിപിയില്ലാത്ത ഭാഷകൾ, അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വലിയ അഭിവൃദ്ധി പ്രാപിച്ച ഭാഷകൾ വിഴുങ്ങിപ്പോയതുപോലെ ലക്ഷദ്വീപിലെ തനതായ ഭാഷ മലയാളം അധികം വൈകാതെ വിഴുങ്ങിപ്പോകുന്ന ഒരു ഭാഷയായി പോകും എന്നുള്ളൊരു ഭയം ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ സാഹിത്യത്തെ വളർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ ഈ വേദന കൂടി നിങ്ങളോടൊപ്പം ചേർത്ത് വെക്കണം എന്ന് കൂടി ഉണർത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുപോലെ ലക്ഷദ്വീപിലെ ചരിത്രം, ലക്ഷദ്വീപിൽ ഇപ്പോ അദ്ദേഹം പറഞ്ഞതുപോലെ ലക്ഷദ്വീപിൽ എല്ലാറ്റിൻ്റെയും ഒരു മിനിയേച്ചർ രൂപം എല്ലാറ്റിനും ഉണ്ട്. പക്ഷെ അത് ബോൺസായി ചെടി പോലെ ആണ് വളർച്ച പ്രാപിക്കാതെ അങ്ങനെ നിന്നുപോയിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ലക്ഷദ്വീപിനെ ഏത് വിഭാഗത്തിലാണ്, ഏത് സംസ്ഥാനത്തോടാണ് ചേർക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം അന്ന് ദ്വീപിലുള്ള നേതാക്കന്മാരും കേരളത്തിലുള്ള നേതാക്കന്മാരും ഒക്കെ കോഴിക്കോട് കടപ്പുറത്ത് കൂടി മീറ്റിംഗ് കൂടി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ചർച്ച ചെയ്തപ്പോൾ ഒരു വിഭാഗം കേരളീയൻ, VS കേരളീയനെ പോലുള്ള ആളുകൾ, അതുപോലെ CH മുഹമ്മദ് കോയ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ മീറ്റിങ്ങിൽ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടത്. അപ്പൊ ഇവരൊക്കെ ഒരു ഉമ്മർക്കോയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാരും പല ആൾക്കാരും പറഞ്ഞത് കേരളത്തിന്റെ ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ്, കേരളവുമായിട്ടാണ് ദ്വീപ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ദ്വീപ് സമൂഹമായിട്ട് ലക്ഷദ്വീപ് നിലനിർത്തണം എന്നാണ് പല ആൾക്കാരും പറഞ്ഞത്. അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു, ഇപ്പോ കേരളത്തിന്റെ അവസ്ഥ സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലാണുള്ളത്, നമ്മൾ ലക്ഷദ്വീപിനെ കൂടി ഏറ്റെടുക്കുമ്പോൾ ആ ഭാരം കൂടി താങ്ങാനും നിങ്ങൾക്ക് നിങ്ങളുടെ വളർച്ച പൂർത്തിയാകാതെ നിൽക്കാനും സാധ്യതയുള്ളതുകൊണ്ട് അത് കേന്ദ്രഭരണ പ്രദേശമായിട്ട് നിലനിർത്തണം എന്നുള്ള ഒരു അഭിപ്രായം വരികയുണ്ടായി. അപ്പോൾ അങ്ങനെ വന്നതിനെ തുടർന്ന് ഇവര് കേരളത്തിന്റെ ഭാഗമായിട്ട്, അപ്പൊ അവിടെ ഉള്ള പലരും പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിർത്തുമ്പോൾ അവിടെ നിന്നുള്ള ഏതെങ്കിലും ഹിന്ദി സംസാരിക്കുന്ന ഏതെങ്കിലും ആളുകൾ വന്നിട്ട് നിങ്ങളെ ഭരിക്കും. അപ്പൊ അങ്ങനെ ഭരിക്കുന്ന സമയത്ത് എന്താവില്ല, നിങ്ങളുടെ മാനുഷിക വളർച്ച ഉണ്ടാവില്ല, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവും എന്നുള്ള അഭിപ്രായം വന്നു. അപ്പൊ അങ്ങനെ കേരളത്തോടൊപ്പം ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ മീറ്റിംഗ് തീരുമാനിക്കുകയും ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിക്ക് ഒരു മെമ്മോറാണ്ടം കൊടുക്കുകയും ചെയ്തത്. പക്ഷെ ജവഹർലാൽ നെഹ്റു ആ മെമ്മോറാണ്ടം മാറ്റിവെക്കുകയും കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുകയും ആണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തതോടുകൂടി നമ്മൾക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയൊക്കെ ഒരു ട്രൈബൽ സമൂഹം എന്നുള്ള രീതിയിൽ നമ്മൾ അംഗീകരിക്കുകയും ഷെഡ്യൂൾ ട്രൈബ് എന്നുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുത്തി സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മറ്റ് മാനുഷികമായ മൂല്യങ്ങൾ വളരുന്ന സാഹിത്യ മേഖലയിലും അല്ലെങ്കിൽ സ്പോർട്സ് മേഖലയിൽ അങ്ങനെയുള്ള ലക്ഷദ്വീപിൽ മാനുഷികമായ വളർച്ചയ്ക്ക് ഉതകുന്ന കാര്യത്തിലുള്ള മറ്റേ നീക്കുപോക്കുകളൊക്കെ മുരടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ മറ്റേ പവനൻ, MV കൃഷ്ണവാര്യർ, പിന്നെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഇവരൊക്കെ വന്നിട്ടാണ് ലക്ഷദ്വീപ് സാഹിത്യകലാ അക്കാദമി എന്നുള്ള ഒരു സ്ഥാപനം അവിടെ രൂപീകരിച്ചത്. അങ്ങനെ രൂപീകരിച്ച സാഹിത്യകലാ അക്കാദമി വളരെ നല്ല രീതിയിൽ കേരളത്തിൽ നിന്നുള്ള സതികുമാരൻ നായർ പോലുള്ള ആളുകൾ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചിരുന്നു. പക്ഷെ ഇന്ന് അതിൻ്റെ അവസ്ഥ, പിന്നൊരു തമിഴനായ ഒരു അഡ്മിനിസ്ട്രേറ്റർ സെൽവരാജ് വന്നപ്പോൾ അതിൽ നിന്ന് സാഹിത്യം എടുത്തു മാറ്റുകയും അവിടെ വെറും കലാ അക്കാദമി എന്നുള്ള പേരിൽ പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഈ നോവല് കലാ അക്കാദമിയും സാഹിത്യ കലാ അക്കാദമിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോയപ്പോൾ
അങ്ങനെ ഒരു പദ്ധതിയും ഇവിടെ ഇല്ല, പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാനിത് വന്ന് കേരളത്തിൽ നിന്ന് ഞാൻ സാഹിത്യകലാ അക്കാദമിക്കെതിരായിട്ട് ലക്ഷദ്വീപ് സാഹിത്യ പ്രവർത്തക സംഘം എന്ന് പറഞ്ഞ ഒരു സംഘടന രൂപീകരിച്ചു. ആ സംഘടനയുടെ പേരിൽ ഞാൻ ഈ നോവലും പിന്നെ ഒരു മ്യൂസികത്തങ്ങളുടെ കടലിലെ കഥകൾ എന്ന് പറയുന്ന ഒരു കഥാസമാഹാരവും കൂടി അച്ചടിച്ച് ഞാൻ കവരത്തിൽ കൊണ്ടുപോയി അഡ്മിനിസ്ട്രേറ്റർ എന്ന ഒരു അമർനാഥ് IAS ആയിരുന്നു. അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹത്തെ കൊണ്ട് പ്രകാശനം ചെയ്യിപ്പിച്ച് അക്കാദമി സെക്രട്ടറി കൊണ്ടുവന്ന് ഞാൻ ഇതിന്റെ ആസ്വാദനം പറയിപ്പിച്ചു. അപ്പോൾ നോവലിനും ചെറുകഥക്കും വളരെ നല്ല രീതിയിലുള്ള ആസ്വാദനം അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ വിളിച്ചത് ലക്ഷദ്വീപ് സാഹിത്യകലാ അക്കാദമിയിൽ നിന്ന് സാഹിത്യം എടുത്തു മാറ്റിയതിന്റെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയാണ്. ആ പ്രതിഷേധത്തിനുള്ള മറുപടിയാണ് ഈ പുസ്തകം എന്ന് പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ പറയേണ്ടായി. പക്ഷെ അന്ന് പറഞ്ഞതുകൊണ്ട് ആ പ്രതിഷേധമായിട്ട് നിൽക്കുന്നു എന്നല്ലാതെ കലാ അക്കാദമി ഇന്ന് നാമാവശേഷമായി ഇല്ലാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പൊ ലക്ഷദ്വീപിന്റെ സാഹിത്യവും ലക്ഷദ്വീപിന്റെ കൾച്ചറും അന്വേഷിച്ചു വരുന്ന ആളുകൾ ലക്ഷദ്വീപ് സാഹിത്യ പ്രവർത്തക സംഘത്തെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കും സാമ്പത്തികമായ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കാര്യമായിട്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട്. സാഹിത്യ ഉത്സവങ്ങൾ ഞങ്ങൾ കുറെ കാലം നടത്തി വന്ന് ലക്ഷദ്വീപിലെ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തി LLF എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ലിറ്ററേച്ചർ ഫെസ്റ്റ് എന്നുള്ള പേരിൽ കവരത്തിയിൽ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോഴാണ് അതിന് ഗവൺമെന്റിന്റെ വലിയ വിലങ്ങുതടി വരികയും അത് നടത്താൻ കഴിയാതെ പിന്മാറേണ്ടി വരികയും ചെയ്തത്. തീർച്ചയായിട്ടും അതൊരു ചെറിയ നിലക്കെങ്കിലും എല്ലാ വർഷവും നടക്കുന്ന ഒരു ഉത്സവമായി എൻ്റെ നാട് കിൽത്താൻ ദ്വീപാണ്. കിൽത്താൻ ദ്വീപിലാണ് ഞാൻ ആദ്യം പറഞ്ഞ കോലശ്രീമാലയും കൽവൈരമാലയും 1800-കളിൽ ഉണ്ടാവുകയും അത് എഴുതി പ്രചരിപ്പിക്കുകയും ചെയ്ത നാട്. ഇപ്പോഴും എല്ലാ തലമുറയിലും 5, 6, 7 എഴുത്തുകാർ ഈ പറയപ്പെടുന്ന കിൽത്താൻ ദ്വീപിലുണ്ട്. ഇപ്പോ ഈ അടുത്ത കാലത്ത് 2 നോവലുകൾ 9ാം ക്ലാസ് പഠിച്ച ഒരു 9ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാള് എന്നെ കാണാൻ വേണ്ടി വന്നു. അസദ് മുത്തൂസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ എന്നെ കാണാൻ വന്നതിനോട് പറഞ്ഞു, ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്, അത് പ്രസിദ്ധീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് പ്രസിദ്ധീകരിക്കാം, കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് മുപ്പുറത്ത് കൊണ്ടുവന്നു. ഞാനത് വായിച്ചു നോക്കിയപ്പോൾ ഒരു ഡിറ്റക്റ്റീവ് പോലുള്ള ഒരു ഹൊറർ നോവലാണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം 9ാം ക്ലാസ് മാത്രമേ. അപ്പൊ ഞാൻ മുമ്പോട്ട് ചോദിച്ചു, നിങ്ങൾ ഇതിനു മുമ്പ് ഏതെങ്കിലും നോവൽ വായിച്ചിട്ടുണ്ടോ? ഒരു നോവലും വായിച്ചിട്ടില്ല, ഞാനൊരു കഥയും വായിച്ചിട്ടില്ല, ആദ്യമായിട്ട് എഴുതിയ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഷെയ്ത്താൻ കോട്ടേഴ്സ് എന്നാണ് അതിന്റെ പേര്. അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള, അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാഹിത്യമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കുറെ ആളുകൾ എഴുതിയ നോവലുകളും കവിതകളും കഥകളുമായിട്ടാണ് ലക്ഷദ്വീപ് സാഹിത്യം ഇപ്പോഴും നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ആ മേഖലയുമായിട്ട് കൃത്യമായിട്ട് ടാലന്റുള്ള ആളുകളെ ബന്ധപ്പെടുത്തി കൊടുത്താൽ തീർച്ചയായിട്ടും അവിടെ അത്ഭുതകരമായ അവസ്ഥകൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സ്പോർട്സ് മേഖലയിൽ സ്പോർട്സ് കൗൺസിലൊക്കെ വന്ന് വാതിലുകൾ തുറന്നപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഖത്തറിൽ അത്ലറ്റിക്കിൽ പങ്കെടുത്ത മുഹ്സിന മുഹമ്മദ് ഉണ്ടായി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലക്ഷദ്വീപിൽ നിന്ന് ഒരു പെൺകുട്ടി പോയി ഖത്തറിൽ കളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വേറെ ഇപ്പോ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ ലക്ഷദ്വീപിൽ ദ്വീപിലുള്ള ഒരു പയ്യൻ കളിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ, എല്ലാ മേഖലകളിലും കൃത്യമായ പ്രതിഭയുള്ള ആളുകൾ ലക്ഷദ്വീപിലുണ്ട്. അത് ഉയർത്തിക്കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേഖലകൾ, സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലക്ഷദ്വീപ് സാഹിത്യ പ്രവർത്തക സംഘം സാമ്പത്തികമായിട്ട് വളരെ അവസ്ഥയിലുള്ള സാഹിത്യ പ്രവർത്തക സംഘം മാത്രമേ ലക്ഷദ്വീപിലുള്ളൂ. വേറെ ഒരു ഗവൺമെന്റ് സംവിധാനവും ഇല്ല എന്ന് പറയുമ്പോൾ, ഇപ്പൊ എന്റെ നോവൽ ഇറങ്ങിയപ്പോൾ ആ സെക്രട്ടറി ഇങ്ങനെ ഞാൻ കൊണ്ടുവന്ന് ഇരുത്തി ഇങ്ങനെ സംസാരിച്ചതുകൊണ്ട് എനിക്ക് അവാർഡ് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, നിങ്ങളെ അവാർഡ് എനിക്ക് വേണ്ട. അപ്പോ അങ്ങനെ തീരുമാനിച്ച് ഓരോ ആൾക്കാരുടെ മുകളിലും കൃത്യമായിട്ട് ഞാൻ ഇവിടെ കോഴിക്കോട് വന്ന് ജോലി ചെയ്യുമ്പോൾ ഞാൻ അവിടുത്തെ പത്രം ഇറക്കിയിരുന്നു. ലക്ഷദ്വീപിൽ പത്രമാധ്യമങ്ങളില്ലല്ലോ, പത്രവുമില്ല, TV ഇല്ല. അപ്പോൾ ഷിഹാബുദ്ദീൻ കൊയ്ത്തുങ്കടവന്റെ അവതാരികൾ പറയുന്നത്, അതായത് കീടനാശിനി ഏൽക്കാത്ത, ഈ സീരിയൽ കീടനാശിനി ഏൽക്കാത്ത ആളുകളാണ് ലക്ഷദ്വീപിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ
എന്നാലും ഒരു വാർത്താ ചാനലോ അല്ലെങ്കിൽ പത്രമാധ്യമമോ എന്നുള്ള രീതിയിൽ ലക്ഷദ്വീപില് ഓരോ ദ്വീപും നിലനിൽക്കുന്നത് കടലിൽ 3 മണിക്കൂർ യാത്ര ചെയ്ത് എത്തേണ്ട ദൂരത്താണ്. അപ്പൊ അതുകൊണ്ട് ഒരു സ്ഥലത്ത് പ്രസവിച്ച് പത്രം അടിച്ചിറക്കിയാൽ എല്ലാ ദ്വീപിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുള്ള ഒരു വായനയുടെ സംഭവത്തെ പോലും എല്ലാ ദ്വീപിലും വിഭവസമൃദ്ധമായ ലൈബ്രറികളുണ്ട്. പക്ഷേ വായന എന്നുള്ളതിനേക്കാളും സോഷ്യൽ മീഡിയയിലേക്ക് ഒരു കുതിച്ചുചാട്ടം ചാടിപ്പോയ ഒരു സമൂഹമാണ് ലക്ഷദ്വീപിലുള്ളത്. ആ സ്ഥലത്തിൽ നിന്ന് വായനയിലേക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള വളരെ ശ്രമകരമായ ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പരിമിതി ലക്ഷദ്വീപിൽ കരയിൽ പഠിക്കാൻ വരുന്ന കുട്ടികളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം, സാധാരണ ഓടത്തിൽ ഇപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ ഒരാളിനോട് ചോദിച്ചു കോഴ്സോട്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പോ ഓടത്തിൽ ഞങ്ങള് കരയിലേക്ക് ഓടുമ്പോൾ അല്ലെങ്കിൽ കരയിൽ നിന്ന് ദ്വീപിലേക്ക് വരുമ്പോൾ കുണക്കേടുണ്ടാവും. കുണക്കേടെന്നാ പറയാം. കാറ്റും കടലൊക്കെ ഇളകിയിട്ട് ഭയങ്കര ഓടിപ്പോവാൻ പറ്റാത്ത അവസ്ഥ വരും. അതായത് ഈ അവസ്ഥ നമ്മൾ ഓടുന്ന മിസ്രാവ് എന്ന് പറഞ്ഞ ലക്ഷ്യം എന്നാണ് അർത്ഥം. ദ്വീപിലെ മിസ്രാവ് എന്ന് ഉദ്ദേശിക്കുന്നത് ലക്ഷ്യത്തെയാണ്, ഡയറക്ഷൻ. അപ്പൊ ആ ദ്വീപിലേക്ക് ലക്ഷ്യം വെച്ച ഓടത്തിന്റെ ആ മിസ്രാവിൽ നിന്ന് കാറ്റ് വളരെ രൂക്ഷമായിട്ട് അടിക്കുമ്പോൾ ഈ കാറ്റടിക്കുന്നതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കാറ്റിന് അനുകൂലമായിട്ട് ഓടിപ്പോയിട്ട് ചെരിഞ്ഞ് ഓടി വന്ന് ഈ ലക്ഷ്യത്തിലെത്തുന്ന സംഭവത്തെയാണ് കോഴ്സോട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഈ കോഴ്സോട്ടം ഓടേണ്ട സാഹചര്യത്തിലാണ് ലക്ഷദ്വീപുകാർ ഇപ്പൊ നിലനിൽക്കുന്നത്. കാരണം ലക്ഷദ്വീപിലെ ഈ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു പഴയ ചുറ്റു പൊടിഞ്ഞുണ്ടായ വളരെ ലോലമായ ഭൂപ്രദേശമാണ് ലക്ഷദ്വീപ്. അവിടെ വലിയ വലിയ കോർപ്പറേറ്റ് സംഘങ്ങൾ വന്ന് മറ്റേത് ലഗൂൺ വില്ലകളും അതുപോലെ ടെന്റ് സിറ്റികളും ഒക്കെ ഉണ്ടാക്കി വലിയ ടൂറിസം പദ്ധതികളാണ് അവിടെ നിലവിൽ വരാൻ പോകുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന സംഭവത്തെ താങ്ങി നിർത്താനുള്ള ഈ ഭൂമിക്ക് ആ ശക്തി ഉണ്ടാവുമോ എന്നുള്ളത് സംശയമാണ്. ആ സംശയത്തിൽ പലപ്പോഴും പല ദ്വീപുകളും ഇല്ലാതെയായി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള വേവലാതിയോടുകൂടിയാണ് ഞങ്ങൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദ്വീപിൽ ഇത്തരം ഒരു ബേജാറ് ലക്ഷദ്വീപിലുള്ള മിക്കവാറും ആളുകൾ തമ്മിൽ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പ്രതിരോധിച്ചോ അല്ലെങ്കിൽ സമരം ചെയ്തോ പരിചയമുള്ള ഒരു സമൂഹമല്ല ലക്ഷദ്വീപിലുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാറ്റിനെയും എന്ത് വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും അതിനോട് പൊരുത്തപ്പെട്ട് വളരെ ക്ഷമിച്ച് ജീവിച്ചങ്ങനെ ഒഴുക്കിനനുസരിച്ച് ഒഴുകിപ്പോകുന്ന ആളുകളായതുകൊണ്ടാണ് ഒച്ചപ്പാടുകളൊന്നും ഇല്ലാത്തത്. ഞങ്ങൾക്ക് നേരെ വന്ന പ്രതിസന്ധികൾ വന്നപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നതുകൊണ്ടാണ് ലക്ഷദ്വീപ് പ്രതിരോധത്തിന്റെ ഒരവസ്ഥയിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഇനിയും ഞങ്ങളുടെ സാഹിത്യ വളർച്ചയ്ക്കും സാംസ്കാരിക വളർച്ചയ്ക്കും ഞങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടിയുള്ള ഞങ്ങളുടെ സമര ജീവിതത്തിന് നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിഡന്റ് സാറ് എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങോട്ട് വരാനുള്ള പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വരാൻ കഴിയുന്ന ആളുകളൊക്കെ വരണം, ദ്വീപിന്റെ സാഹചര്യം കാണണം, ദ്വീപിന്റെ ആളുകളുമായിട്ട് ബന്ധപ്പെടണം. ഇവിടെ ദ്വീപിന്റെ പ്രശ്നങ്ങൾ വന്നപ്പോൾ പലരും ചർച്ച ചെയ്തു. അവിടെ ഒരു പ്രത്യേകതരം ഭരണ സംവിധാനമുണ്ട്, ദ്വീപുകാരുണ്ടാക്കിയ ഒരു ഭരണ സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ അവിടെ കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും നടക്കുമ്പോൾ അതിനെ ആ കോടതിയിൽ കൊണ്ടുവന്ന് വളരെ സിമ്പിളായിട്ട് പരിഹരിച്ചു വിടുന്നുണ്ട്. അല്ലെങ്കിൽ അത് പുറത്തറിയിക്കാത്ത രീതിയിൽ
അതിനൊക്കെ മൂടി വെക്കുന്നുണ്ട് എന്നൊക്കെ ടി വിയിൽ വന്ന് പലരും ചർച്ച ചെയ്യുന്നത് കണ്ടു. ദ്വീപില് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വന്ന ആളുകളുണ്ട്, അവരോട് ചോദിക്കുക ദ്വീപിലെ ആൾക്കാരുടെ പ്രകൃതം എങ്ങനെയാണെന്നുള്ളത്, അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ വന്ന് അവിടുത്തെ ആളുകളെ മനസ്സിലാക്കി അവരോടൊപ്പം ജീവിച്ച് അവർ ഏത് രീതിയിലുള്ള പ്രകൃതക്കാരാണെന്നുള്ളത് മനസ്സിലാക്കി അങ്ങനത്തെ ചർച്ചകൾ വരുമ്പോൾ ഞങ്ങൾ ആരാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഞങ്ങളുടെ വക്താക്കളായി മാറണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കുറഞ്ഞ പരിമിതമായ അറിവുകൾ വെച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ശ്രമിക്കാം. നന്ദി, നമസ്കാരം.